അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതൊരു വീഡിയോ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഷോർട്സ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് ലൈറ്റ് ഇല്ല. നോർമൽ എൻ്റെ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനായിട്ടൊരു ട്രൈപ്പോഡാണ്. ഈ ട്രൈപ്പോഡ് കൊണ്ടാണ് ഞാൻ ഇത്ര ഒപ്പിച്ച് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് നേരെ ചൊവ്വേ ക്യാമറയിൽ സംസാരിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങോട്ട് നോക്കി സംസാരിക്കണം, അതോ കുറച്ചും കൂടി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നേരെ ക്യാമറ കാണാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ക്യാമറയിലൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷനുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കാക്ക പുറകെ കിടന്ന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു നോയ്സൻസ് മാത്രമേ ഭാഗ്യത്തിനുള്ളൂ, വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ വലുതായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. സോ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും എനിക്ക് 1 മില്യൺ വ്യൂസ് കഴിഞ്ഞു, 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് താങ്ക് യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും 2 ദിവസം മുന്നേ എനിക്ക് 1000 അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സന്തോഷത്തിനൊന്ന് ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഞാൻ കാണിക്കാം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. ഇനി സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരെ ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഷേക്ക് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഈ സന്തോഷം കൊണ്ട് എന്തോ പറയണമെന്ന് പോലെ അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ചിട്ട് നേരെ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കലങ്കാവലാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ സിനിമയെല്ലാം കണ്ടിട്ട് നേരെ എൻ്റെ അനിയത്തിയും കൂട്ടി വീട്ടിലോട്ട് പോയി.